എന്നാ കുഴപ്പമില്ല, നിങ്ങൾ കളിച്ചോ, ഞാൻ ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് വരാം. പെട്ടെന്ന് കഴിക്കേ. കളിപ്പാട്ടം ഇതെന്തിനു മുട്ടത്തോടടിക്കുന്നതാ? ഇതെന്താ 3 വീലോ? വിഷയം 3 വീലണങ്ങി. ഇതെന്താ മുട്ടത്തോടടിച്ചിരിക്കുന്നതാ? ഇതെന്തത്? ഞാൻ അവിടെ 4 വീലുണ്ട് വണ്ടിക്ക്. 4 BMW ആണത്. എവിടെയോ? ഉള്ളത് 19 കിലോമീറ്റർ ആണ്. റോഡ് ഇങ്ങനെ ഇത് തീരും. ഈ കളിയോടെ നിങ്ങൾ എല്ലാവരും തീർന്നു. വണ്ടി അനങ്ങുന്നില്ലല്ലോ. പോയിന്റ് അടുത്ത കളി കൂട്ടാ, അടുത്ത കളി. ഇത് പൈസ നാളെ കേട്ടോ തീരുമ്പോ. ഇടിച്ചിട്ട് ഇടിക്കാൻ പറ്റില്ല, ഗോസ്റ്റ് ആയിരുന്നു. ഗോകുവിന് ചെക്ക് പോയിന്റ് കിട്ടിയില്ലല്ലോ. ഗോകു കിട്ടി. ചെക്ക് പോയിന്റ് കിട്ടിയില്ല. കിട്ടിയില്ലേ? എടാ, ഈ ഈഗിളിനെ തട്ടിക്കളഞ്ഞതാണ് പാട്ടി. ഈ ഞാൻ എന്നീ എഴഞ്ഞെത്താനാ? കുഴപ്പമില്ല, വരണം, ഞാനുണ്ട്. അയ്യോ ഞാൻ അറിയാണ്ട് റീമൈൻഡ് ബട്ടൺ വെള്ളത്തിൽ മുങ്ങി. വണ്ടി പോത്തില്ല. ഹലോ ഇതിനി അവിടെ എത്ര ഒരു 2 മണിക്കൂർ എടുക്ക്. എന്നത്താ ഞാൻ നീന്തി അയ്യോ മാറ്റി ഊതി കൊടുക്കണേ. ഞാൻ മുങ്ങിച്ചാവോട്ടാ. ഈകളുടെ പോണോ സൈഡിൽ കൂടെ? അത് ഫൈനത് 6% ആയോളാ. അളിയാ, നിനക്ക് എന്തൊരളിയാ പ്രശ്നം? ചവിട്ടി വന്ന വണ്ടി തെറിച്ചു പോവും. വാ, വാ. 4 ഗിയറുകളടാ ഇതിന്. ഓടാ, ഭാഗ്യം. ബാക്കി ഗിയർ അവിടെ വെക്കാൻ. ലോസ് സാന്റോസിലെ റോളപ്പൻ മാമ JDP ദൈവം ജോക്കി ഭായ് വണ്ടി പായിച്ചു അല്ല, ഇപ്പൊ എവിടെ പോയി കേട്ടോ? അടിപൊളി സീനുകളെന്നും ഞങ്ങളുടെ സ്വന്തം ജോക്കി ഭായിലൊരു രക്ഷയുമില്ല. JDP പവറിൽ ഇനി ആരും ജയിക്കില്ല. ഇതാണ് ഞങ്ങളുടെ JDP പവർ. JDP പവർ. ഓ ജോക്കി ഭായ്, ഓ ജോക്കി ഭായ്. തുണി തട്ടിയാ മതി ചെറുതായി. അളിയാ 10% അളിയായത്. ഈ വണ്ടി ആ പ്രിവ്യൂല് കണ്ടപ്പോ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. ഇത് പെട്ടിയോട്ടാണെന്ന് ഞാൻ അറിഞ്ഞാളിയാ. നീ ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചാണെന്ന് മാത്രം എൻ്റെ അടുത്ത് പറയല്. ഇതേ പൈസ കൊടുത്ത് മേടിച്ചേക്കാറ്. പാട്ട് പെയിന്റ് വിടാ പെർഫെക്റ്റ്. എവിടെ പോണടാ പന്നി? ഈകളുടെ കിട്ടത്തില്ല. ഈ വണ്ടി വെച്ച് എന്ത് മിസ്റ്റേക്ക് കാണിക്കാനാ? ആര് പറഞ്ഞു? ഞാൻ എല്ലാം കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ ഓട്ടോക്കാരൻ നാട് വീടും ഓട്ടോക്കാരൻ. 13 നീ എത്രയായി? ഈകളുടെ 17 സൂപ്പർ. ഇല്ല 17 വലുത 10 പറയാ.
ലോസ് സാന്റോസിലെ എടാ, ഇനി ഇതുകൊണ്ടൊരു മല കയറണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? ജോക്കി ഭായ് വണ്ടി വായിച്ചു ഗ്യാങ്ങായി കറങ്ങി അടിപൊളി അളിയ, ഇത് വണ്ടിയുടെ ബാക്കിൽ എഞ്ചിനല്ല, ജനറേറ്ററാ. മറ്റേ മരണ വീട്ടിലൊക്കെ വെക്കുന്നത് സൗണ്ട് അതുപോലെ ഉണ്ട് കേട്ടാ. അപ്പൊ ജനറേറ്ററാ ഇത്. പവറിൽ ഇനി ആരും ജയിക്കും. ഇത് നിങ്ങളെ ചാറ്റ് നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ വണ്ടി ഓടിക്കാം. ഇത് നാളെ എത്തുമ്പോ കൊയ്ത്തൊക്കെ കഴിഞ്ഞാടി അവിടെ. കൊയ്ത്ത് മാസം വന്നുവല്ലോ. ആ അളിയ, കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന സ്പീഡിൽ പോകട്ടാ. ഓ, ഇവിടെ ദാ സൂര്യകാന്തി. അണ്ണാ വണ്ടി താണ്ടേ. ഇവിടെ റോഡിൽ കൂടെ കിടുക്കും വണ്ടിയായിട്ടൊക്കെ ഓരോരുത്തർ പോകുന്നളിയാ, കണ്ടിട്ട് കൊതിയാവണം. ഏജ് എത്ര? എന്റെ ഏജ് 20. അളിയോ, ഗോകു എന്താ ചെയ്യണ ഗോകു? ഹലോ ഗോഡ് തള്ളിക്കയറ്റുന്നതാ. വിളിക്കിട്ട് തന്നെയായിരുന്നു. അളിയ, ഞാൻ ഊമ്പി. ഞാൻ ഓവർടേക്ക് ചെയ്ത ഈ വണ്ടി കൊണ്ടോ. അയ്യോ മന്ദാരമേ, ഡീമൻ എന്റെ അടുത്ത് എത്തി. മന്ദാര ഞാൻ തേടി കേരള ഇപ്പൊ വരണ്ട. കാണിച്ചെടാ. അയ്യോ വരുത്ത വരക്കം കണ്ട. അയ്യോ, അയ്യോ ഡീമൻ എത്തി, ഡീമൻ എത്തി. ഡീമ ദൂരെ പോ. മന്ദാര ഇതിൽ ഉണ്ടല്ലേ? മന്ദാര ഹലോ മന്ദാര. ഉണ്ടല്ലേ? ഇതിന്റെ ഒരു വാക്കുതൽ കേൾക്കുള്ള നീ പറയണത്. മറ്റന്നാ. ഇടിക്കല്ലേ ഇടിക്കല്ലേ ഇടിക്കല്ലേ. ശരി ശരി ശരി. എടാ പട്ടി, എങ്ങനെയാണ് ഓടിച്ചോണ്ടിരുന്നത്? മറ്റന്നാ പോയി. വാർസലിന് റിവേഴ്സ് പോലും വരുന്നില്ല വണ്ടി. ശരിയേ ശരിയേ. ഇത് എന്ത് സത്യം എന്ത് ഞാൻ വണ്ടി. ഊമ്പിടി, വാ. ഈ ഹിമാലയക്കാരൻ അതുകൊണ്ട് ഇനി എടാ, ഗോകുലേ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് എങ്ങോട്ടോ? ദേ, അളിയാ, ഈ സൈഡിലോട്ട് ദേ. അളിയാ, ഈ സൈഡിലോട്ട് ദേ. കണ്ട് ദേ മോളെ, മന്ദാര, മന്ദാര. ആ, അണ്ണാ. വണ്ടി ഓടാവുന്നില്ല, വണ്ടി ഓടാവുന്നില്ല. അയ്യോ അയ്യോ ഓട്ടക്കല്ലേ ഓട്ടക്കല്ല. അയ്യോ ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ട്. അയ്യോ പേടിയാവുന്നേ. അയ്യോ അയ്യോ ഈ കൊത്തനെ ഇറക്കം. എടാ ദാ പോണ്. എന്റെ വഴി നോക്കി വന്നല്ലേ. മറ്റന്നാ നിങ്ങൾ നോക്കി വന്ന്. ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വരുന്ന ടീമാ, നോക്കി വരേ. ശത്രു ആണെങ്കിലും ഈ റേസിൽ നിങ്ങൾ ഇടിച്ചു കാണാൻ നിൽക്കുന്നതാണ് എനിക്ക് സങ്കടമുണ്ട്. എപ്പോ എത്താനാ? ഇത് തീരുമില്ല അത്. ഡീമന്റെ ജനറേറ്ററിലെ ഡീസൽ കയറുന്നത് കേട്ടാ. നടക്കുന്നില്ല സാറ്. ഞാൻ ആക്സിഡന്റ് കാലെടുത്തിട്ടില്ല. അവനൊക്കെ സ്ലോയില് പോണത്. നീ ബ്രേക്ക് പിടിച്ച് ഇതിന് ഞാൻ ഇനി എപ്പി വിടണമല്ലോ നിനക്കൊക്കെ. ഇപ്പൊ എന്ത് ചെയ്യാ? പഠിക്കുവാണോ? ഞാൻ ആക്ച്വലി വീട്ടിൽ ഇന്ത്യൻ കോളേജിൽ കയറാൻ വേണ്ടി നിൽക്കാം. ഒന്നും ചെയ്യുമല്ലോ. ഗൗതദാസായി വെക്കുന്ന വിഷയം. ഓ, ഇറക്കമൊക്കെ വരുമ്പോ ആശ്വാസമല്ലേ ഈ വണ്ടി ഒന്ന് നിരങ്ങി പോകുന്നത് കാണാൻ. ഏറ്റവും കാണുമ്പോ പക്ഷെ ഒട്ടും ഇതില്ല, സന്തോഷമില്ല. അയ്യോ അയ്യോ. അവിടെ ലെഫ്റ്റിലെ കുതിരയൊക്കെ നോക്കിയേ. ഇത് ഒരു ആക്സിലേറ്റർ കൊടുത്തിരുന്നെങ്കിൽ സമയം കോട്ടെ.
നീ കുതിരകളെ പറയും നോക്കി ഇരുന്നോടെ ഓട്ടോ ഓടിച്ചെങ്ങനെ ഇവിടെ എത്തിക്കാനുള്ള ആപ്റ്റായിട്ടുള്ള പാട്ടില്ലത്. ഇവരെ മീറ്റ് ചെയ്യാൻ പറ്റൂട്ടോ ഇനി. ഇവരിനി ക്രോസ് ആയി വരും നിങ്ങളെ. അറിയപ്പെടാ നിങ്ങളുടെ ഓട്ടോ ഒക്കെ എന്ത് കിടിലായിട്ട് ഓടിക്കുന്നത്. ടീമൻ പോണ്. തോപ്പിക്കല്ലടാ മന്ദാരമേ, തോപ്പിക്കല്ലേ. നിങ്ങളെ ഇതാരാ? മന്ദാരം നിങ്ങള് ഞാൻ വീട്ടിനകത്ത് കയറി പോണു. ഇപ്പൊ പാർക്കാനായില്ല, ഇനി ഓട്ടോ ഓട്ടം. ചെക്ക് പോയിന്റ് മിസ്സായി. എടാ മന്ദാരം അങ്ങോട്ടല്ല, തിരിച്ച് വാ. ഞാൻ മാത്രം പറയാൻ പോയി പറ്റില്ല. ഒരെണ്ണം ഒരു 50 ചെക്ക് പോയിന്റ് അതിനുള്ളത്. ഈഗിളന്റെ പുറകെയായിരുന്നു മന്ദാരം ഇവിടെ ഞാൻ സെക്കൻഡ് ആയിരുന്നു. വാസുണ്ട് എങ്ങോട്ട് പോണ്. അവിടെ പോയി ചെക്ക് പോയിന്റ് എടുത്തിട്ട് വരണോടാ. അത് 44% ആയതേ ഉള്ളു ഇപ്പോഴും. ഇപ്പൊ 46% ആയതേ ഉള്ളിയാ. നീ ഒന്നും പറയല്ലേ. ഈ റേസ് ഒക്കെ ആരിടുന്നത്? ഈഗിളന്നല്ലേ ഇട്ടേ? സത്യല്ലേ? ഇതുവല്ല AMG ആണെങ്കിൽ ഇപ്പൊ 4:40 ഞാൻ ലെഫ്റ്റ് കാല് വെച്ച് ആക്സിഡന്റ് റോട്ടി വയ്ക്കുക, കാല് വരെ എടുത്തിട്ട്. അളിയ ഇത് BMW എന്ന് കണ്ടപ്പോ ഞാൻ ഓർത്ത് ഇതിനകത്ത് എന്തോ വലുതിരിക്കുന്നത്. ഇരിപ്പോണ്ട് ഇതാണ് കൂടുതൽ സുതാരമാവന്റെ ഓട്ടോ. ഞാൻ ഈ ഓടിയോ പോലും ഞാൻ ജയിച്ചേരിപ്പോ. എന്തൊരു അവസ്ഥയുടെ ഇതൊക്കെ. അത് നമ്മൾ എന്തൊക്കെ റോട്ടിൽ കൂടെ പോകുന്നിരിക്കും കൊണ്ട്. അല്ലെ ഞാൻ ഇപ്പൊ ബ്രേക്കില്ല. അയ്യോ ഓ അളിയ നിങ്ങക്ക് ഇത് ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. സൂപ്പർ. മന്ദാരമേ, മന്ദാരം അല്ല അമ്മ പറയാണ്ട് ഇനിയിപ്പോ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാറ്റ ഈ വണ്ടി വെച്ച്. അയ്യോ അളിയാ, ഒരു റാലി വണ്ടി എങ്ങനെ എടുത്തിരുന്നെങ്കിൽ പോവണ്ട റോഡല്ലേ. അല്ലെ ഞാൻ കാര്യം പറയാം, ഇത് കളിച്ച് കഴിയുമ്പോ നമ്മുടെ ഹിസ്റ്ററി വരുമല്ലോ. അത് അല്ലെ ഇത് റോഡ് മൊത്തം നമ്മള് ഇന്നല്ലോ അൺലോക്ക് കേട്ടോ. ഏത് പാട്ട്? എന്നെ NPC ഒക്കെ ഓവർടേക്ക് തോന്നുക ഡീഫോൾട്ട് വണ്ടിയും വെച്ച്. ഇത് ഈ പാട്ട് കൊള്ളത്തില്ല. അല്ലെ ഞാൻ ഒരു സത്യം പറയട്ടെ നിങ്ങളോട്, ഞാൻ ഇപ്പോഴും 55% ആയതേ ഉള്ളൂ. നീ എത്രേ? മന്ദാരം എത്രയോ? മന്ദാരം 50. ഗിയർ ഇടുമ്പോ തന്നെ ഈ വണ്ടി കരയാണ്. അതിനിടയ്ക്ക് ഒരു NPC വന്ന് ഇടിക്കുന്നു. ആണ് ഉറപ്പൊന്ന്. മാറ്റോട് അതിനിടയ്ക്ക് തന്നെ ഒരു NPC വന്ന് ഇടിച്ച്. കേറില്ല, കേറ് വണ്ടി. എടാ ഒന്ന് സെക്കൻഡ് ഗിയറിൽ പോലും കേറുന്നില്ല കേട്ടാ. പാടിവാ പാടിവാ. ഒരു കില്ല സാധനമുണ്ട്, കില്ലാനെങ്കിൽ പാടിങ്ങ. ഇവിടെ എത്ര %? 57. ജനറേറ്ററിന് 4 ടയർ വെച്ച BMW. റോഡത്ത്. അയ്യോ
എടാ പോടാ. NPC ഒക്കെ വന്ന് എന്നെ ഇടിക്കും. ദോശ തിന്നാണെങ്കിൽ അടുത്ത മല. ആ ഹിമാലയം കയറണം എന്ന് തോന്നുന്നു. നമുക്ക് ഇറങ്ങി നീ അതെന്ത് പറഞ്ഞ പോലെ അതാണ് ഈ കളി. ഹിമാലയത്തിൽ പോയി കളിച്ചിട്ട് INR 22 ലക്ഷം രൂപ ഈ വണ്ടിക്കാണ്. വണ്ടി അത് ക്യൂട്ടല്ലടാ. വണ്ടിക്ക് പെട്ടെന്ന് എന്തോ പറ്റി. കേട്ടില്ല. വണ്ടി നിന്നു, വണ്ടി നിന്നു. ശരി 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 ശരി. എടാ പോലെ പോലെ പോലെ. ആ ശരി ശരി ശരി. കുഞ്ഞേട്ടനെ അയ്യോ അതെ 58%. ഡീമൻ എന്റെ അടുത്തെത്തിയാ. റിപ്പീറ്റ്. ഒരു സൈഡ് അണ്ണാ ഇടിക്കല്ല അത് മോശമാണടാ. മോശമാണ് കാണിക്കുന്നത്. മാറ്റണല്ലേ സൈഡ്. അത് കൺട്രോൾ പോടെയാണ് guys. ഞാൻ ഡ്രിഫ്റ്റ് വണ്ടിയൊന്നും ചെയ്യുന്നതല്ല. അയ്യോ നീ എങ്ങനെയാ എന്നെ ഞാൻ പാട്ടും കാണിച്ചിരുന്നത് ഇവനെ തോപ്പിച്ചിട്ട് പോണോ? വാറ്റേ എസ്പീട്ടോട്ട് ചെന്നു. എടാ ആയിരിക്കും. അപ്പൊ ഭാഗ്യം. പോവാ. ഈ കൊക്കയൊക്കെ കൊണ്ടുപോണത്. കേറ് 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 വാറ്റ, അത്രേ ഉള്ളു. കേറ് കേറ്. ഞാൻ കുനിഞ്ഞിരിക്കുന്നത് എന്റെ തല മേളിൽ തട്ടം തിരിച്ച് ഞാൻ കുനിഞ്ഞിരിക്കുക. മാറ്. ആരെയും സൗണ്ട് ഇല്ലട്ടാ. എന്നാണ് അണഞ്ഞ് സൈഡിൽ ചായ കുടിച്ചോളൂ. മാറ്റണ ഞാൻ പോയി പോലെ എവിടെ കണ്ടോ. സോങ് എടുക്കാൻ പോയി എന്നെ തോപ്പിക്കുക. അതാ പ്രശ്നം. മാറ്റണ ഞാൻ നിർത്തി തരാം. അണ്ണ പാട്ട് വെക്ക്. വേണ്ട വേണ്ട. മറ്റേ സൗണ്ട് ബോർഡിൽ പാട്ട് സെറ്റ് ചെയ്തു. ആ ഒരു പാട്ട് സെറ്റ് ചെയ്തിരുന്നു. സൗണ്ട് ബോർഡ് മേടിച്ചിട്ട് പാട്ടൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് ബട്ടൺ പിള്ളേരുടെ തലവൻ ജോക്കി ഭായ് വണ്ടി വായിച്ചു ഗ്യാങ്ങായി കറങ്ങി അടിപൊളി സീനുകളെന്നും ഞങ്ങളുടെ സ്വന്തം ജോക്കി ഭായ് സ്റ്റൈലിൽ ഒരു രക്ഷയുമില്ല. JDP പവറിൽ ഇനി ആരും ജയിക്കില്ല. നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? JDP പവർ, JDP പവർ. ഓ ജോക്കി ഭായ്, ഓ ജോക്കി ഭായ്. ജോക്കി പോയാ ഡീമൻ എത്തിയാണ് എന്റെ തൊട്ട് ബാക്കില്. നിങ്ങളൊക്കെ ഇതെന്തരുത് എന്റെ അളി. ഞാൻ കളി നിർത്തി. ഇത് എങ്ങോട്ടാ? ഇത് എന്തേലും ഒന്നും പറ്റുന്നില്ല. അളിയ നിന്നെ എന്ത് നമ്മള് തെറ്റ് ചെയ്തളിയാ? ഇത് വാസ്തവം എനിക്ക് വേണ്ടി ഇട്ടാണ് ഫുഡ് കഴിച്ച് തീരാൻ വേണ്ടി. ഈ വട്ടം എന്നോട് ക്ഷമിക്കണേ അളിയാ. അളിയ ശ്രമിക്കാം. ഇത് കടലിലോട്ടൊക്കെ വേണ്ടി വരുന്നത്.
ഞാൻ നോൺ ഫിനിഷ് ആണ്. സമയായ നമ്മളെ ടീമും കയറി. ഇവിടെ ടീം കേറി പോടാ. ഇവിടെ ജയിക്കാറായ ആരെങ്കിലും ആദ്യമായിട്ടാണ് ആരെങ്കിലും ജയിക്കട്ടെ നിരാക്കുന്നത്. 81. ഇതിലിപ്പോ വേറെ പാട്ട് ചെയ്തുണ്ട്. ആ സൂപ്പർ. ഇടിക്കല്ലേ ഇടിക്കല്ലേ. ഇവിടെ ടീം ജയിച്ചടാ. ജയിച്ചാ അയ്യോ ഭാഗ്യം. ജയിച്ചില്ല. 83 ആയിട്ടുള്ളൂ. ചേട്ടാ ഫസ്റ്റ് ഇട്ടേ കയറത്തുള്ളേ. പാട്ട് ആടാക്കാം. എന്തിനു കാണിക്കും? എന്തുപറ്റി? വണ്ടി കയറുന്നില്ല. അയ്യോ സൂപ്പർ. ഞാൻ ചക്കരക്ക് പിടിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കാം സൈഡ്. ആട്ടി കയറണം. നിങ്ങൾക്കൊക്കെ സുഖം തന്നെ, നിങ്ങൾക്കൊക്കെ സുഖം തന്നെ. ഇങ്ങോട്ടാ അളിയാ ആ നിങ്ങളെ കണ്ട് ഞാൻ നിങ്ങളെ കണ്ട്. ആ ഇവിടെ നല്ല സൂപ്പർ സ്ഥലം. ഇവരെ കണ്ട് അയ്യോ എത്ര നേരമായിരുന്നു. അവിടെ കൂട്ടി കിടക്കണ നിങ്ങളോടെന്തിനാ ഇത്? അളിയാ വന്ന് നോക്ക് മനസ്സിലാവും. ഫസ്റ്റ് കയറണം കേട്ടോ, മറ്റേ ഫസ്റ്റ് കയറണം. അളിയാ ഇത് പിന്നെ തിരിച്ചു വരുന്നു കേട്ടോ. ഓക്കെ പോവാൻ പറ്റില്ല. ചരിച്ച് ചരിച്ചെടുക്കായിരുന്നു. മറ്റേ കയറി റിവേഴ്സിൽ പോകാൻ പറ്റി നോക്കി. സൂപ്പർ. ആ കയറി മാറ്റി ഫസ്റ്റ്. ഇങ്ങനെ മാറ്റി ഫസ്റ്റൊന്നുമല്ല. വെയിറ്റ് വരും. താഴെ വരും. മറ്റെന്തൊക്കെ ഇതെടുത്ത് കയറ്റാൻ പറ്റും. ഇതെല്ലാം ഒരുമിച്ചാവില്ല. മന്ദാരം പറ്റില്ല. അവര് ബാക്ക് അങ്ങ് ഇട്ട് കേട്ടാ. അവര് മനസ്സിലായി, സംഭവം മനസ്സിലായി. വീടി വരാണ്ട് കാര്യം നടക്കുന്നത് മനസ്സിലായി. ഗോഗിയർ പോയാ മാസം ഇല്ല. ഗോഗി മന്ദാരം നിനക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് അടിച്ച് കൊത്തുവാ. ചിലപ്പോ ഫസ്റ്റ് അടിക്കാൻ പറ്റും. എങ്ങനെ വന്നാലും മത്സരിക്കാൻ പറ്റില്ല. കയറി പോകാൻ പറ്റില്ല. റിവേഴ്സ് അടിച്ച് കയറ്റാൻ കേട്ടാ. മറ്റേ മന്ദാരം എത്തിയേട്ടാ. അവിടെ സ്പീഡിൽ പോവാ, അല്ലെങ്കിൽ അവിടെ നിന്ന് റിവേഴ്സിൽ വണ്ടി കേറും. എടാ ഓക്കെ പോടാ. ആര് അത് വരും അത് തിരിച്ചു വരും. അറ്റം വരെ ഇതിൽ നൃത്തം വരും. മറ്റേ ഞാൻ കാര്യം പറയാം. ഫ്രണ്ടിലോട്ട് കുറച്ച് പോയിട്ട് സ്പീഡ് വന്ന് അതും പറ്റില്ല. മറ്റേ കാല് വളഞ്ചും പിളിഞ്ചും കേറും. മറ്റേ ഇതൊക്കെ മറ്റേ റാലി വണ്ടിക്കുള്ള സാധനമാണ്. ഇതിന് ഈ പേട്ട് വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ പോകാനാണ്? ഇറങ്ങിയാലോ ഇത് പറയുന്നത്. അപ്പൊ ഇതിവിടെ ഫസ്റ്റ് വന്നത് എനിക്ക് ഞാൻ ഫസ്റ്റ്. അപ്പൊ ഞാൻ ഫസ്റ്റ് കയറിയായിരുന്നു ഇവിടെ. ഞാനാ ഫസ്റ്റ് കയറിയത്. ഞാനാ അറിയാം. ഞാൻ ഫസ്റ്റ്. അപ്പൊ ഇത് ഞാൻ ജയിച്ച ഞാൻ കേറി എവിടെ കേറി? മാറ്റണ്ട. ഇത് സ്കാം ആണ് കേട്ടോ ശരിക്കും. ഇല്ല അതുവഴി അങ്ങനെ കയറാൻ പറ്റത്തില്ലേ? മറ്റേ അത് മാറ്റണ്ട. എന്ത് അപ്പുറം കയറി ചെക്ക് പോയിന്റ് മിസ്സാക്കി. അപ്പം ഓപ്പോസിറ്റ് ചെക്ക് പോയിന്റ് വരും. സൂപ്പർ ഐഡിയ. എടാ ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ചതാണ്. ആ ഇനിയിപ്പോ അങ്ങനെ പറ. നീ മേളിലെത്തിയോ? ചെക്ക് പോയിന്റ് എടുത്ത് ആള് ഇത് മുമ്പിൽ ഇത് പറ്റൂല അളിയാ. എന്തിന് ഞാൻ ഇതിലെന്തിന്? ആളവിടെ എത്തിയതോ ആക്സിഡന്റ് കൊടുത്തങ്ങ് കേറിയാ പോരാന്ന്. മറ്റേ
കൊടുത്ത് കേറട്ടെ. പക്ഷേ ബാക്കി അത് നല്ലൊരു കയറ്റമായിരുന്നു. കാട് വഴി കൂടെ കയറാം. വാച്ച് നടക്കും, ഇത് വാച്ച് നടക്കും, ഇത് നടക്കും. മാറ്റം വളച്ച് വളച്ച് അയ്യോ ഇത് നടക്കൂല. കാല് പെടഞ്ഞ് പെടഞ്ഞ് നടക്കണ പോലെ കയറ്റണം. എല്ലാരും ആരും കയറിയോ? നമ്മൾ 25 മിനിറ്റാണ് വെറുതെ പറഞ്ഞേക്കാം. 25 ഞാൻ ജയിച്ചായിട്ട് പ്രഖ്യാപിച്ചു. ഒരു 5 മീറ്റർ കയറുള്ളൂ.